വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹങ്കർ ട്രാവലർ. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ വിഭവമാണ്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ പുതിയതായി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഉടനെ തന്നെ റെസിപ്പി കാണാം. 250 ഗ്രാം ബോൺലെസ് അല്ലെങ്കിൽ വളരെ കുറവ് എല്ലുകളുള്ള മാംസം കൂടുതലുള്ള കോഴി കഷ്ണങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം. കുക്കറിലേക്ക് കഷ്ണങ്ങളിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. വേറെ വെള്ളമൊന്നും ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല. ഈ ചിക്കനിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം ഇറങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ അധികം വെള്ളം ചേർക്കാത്തത്. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വെക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. സബോള കുഞ്ഞതായി അരിഞ്ഞതും 5-6 ഉള്ളിയും 3 വെളുത്തുള്ളിയും ക്രഷ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സബോളയ്ക്ക് പകരം 1/2 കപ്പ് ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ ഉപ്പേരിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. ചെറുതായി വഴന്നു വന്നതിന് ശേഷം 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ കറിവേപ്പിലയും 3 ടേബിൾ സ്പൂൺ ചതച്ച മുളകും ഇതിലേക്ക് ചേർക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. 1 മിനിറ്റ് നേരം വഴറ്റിയ ശേഷം 1/4 കപ്പ് ചിരവിയ തേങ്ങ ഇട്ട് നന്നായി വെള്ളം വലിച്ചെടുക്കണം. വേവിച്ച ചിക്കനിൽ വെള്ളമുണ്ടെങ്കിൽ കുക്കറിൽ വെച്ച് തന്നെ തിളപ്പിച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇതിൽ ചേർക്കാം. കോഴി കഷ്ണങ്ങൾ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു കയ്യിൽ വെച്ച് അത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുക്കുമ്പോൾ പേസ്റ്റ് പോലെ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില കഷ്ണങ്ങൾ ക്യൂബ്സ് പോലെയും ചിലത് ചീന്തിയ പോലെയുമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോഴാണ് ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നന്നായി ഉടഞ്ഞു വന്ന ശേഷം 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഉപ്പ് ടേസ്റ്റ് ചെയ്ത ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചിക്കൻ ഉപ്പേരി തയ്യാർ. ചോറിനൊപ്പം നല്ല അടിപൊളിയൊരു കോമ്പിനേഷനാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. Till then, take care and bye bye.